നമുക്ക് ക്രീം ഉപയോഗിച്ച് കുറച്ച് പേരുകളൊക്കെ എഴുതി പഠിക്കാം. സാധാരണ നമ്മളെന്തെങ്കിലും എഴുതുമ്പം ബുക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. ബുക്കിൽ നമ്മുടെ കൈപ്പത്തിയുടെ താഴ്ഭാഗം ടച്ച് ചെയ്തുകൊണ്ട് എഴുതുമ്പോൾ നമുക്ക് പാടില്ല. ആ സമയം കേക്കിൽ നമ്മൾ പേരൊക്കെ എഴുതുമ്പം നമുക്ക് റിസ്ക്കാണ്. കാര്യം നമുക്ക് കേക്കിനകത്തോട്ട് കൈ കുത്തി എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അത് നല്ല പ്രാക്ടീസ് വേണം. എനിക്ക് നല്ല പ്രാക്ടീസൊന്നും ഇല്ല. ഞാൻ എഴുതുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ കുറേ പ്രാവശ്യം നല്ലൊരു ബോർഡോ പാത്രമോ എടുത്ത് വെച്ചിട്ട് ഇതേപോലെ ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് പല രീതിയിൽ എഴുതി പഠിക്കണം. അങ്ങനെ പ്രാക്ടീസ് ആവത്തുള്ളൂ. തുടക്കത്തിൽ എനിക്ക് ഒട്ടും എഴുതാനൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം ഈ എഴുതുന്ന കണക്കൊക്കെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. വലിയ സൗന്ദര്യമൊന്നുമില്ല, എന്നാലും എനിക്കറിയാവുന്ന രീതിയിലൊക്കെ എഴുതാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ലോണം ടൈറ്റായ ക്രീം എടുക്കരുത് ഒരിക്കലും. ലിക്വിഡ് ഫോമിലുള്ള ക്രീമായിരിക്കണം പൈപ്പിംഗ് ബാഗിൽ എടുക്കേണ്ടത്. എന്നിട്ട് എഴുതുവാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കട്ടിയുള്ള ക്രീമാണ് എഴുതുന്നതെങ്കിൽ നമുക്കത് പൈപ്പിംഗ് ബാഗിലൂടെ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ഫ്ലോ കൺസിസ്റ്റൻസിയിലുള്ള ക്രീമായിരിക്കണം എപ്പോഴും എഴുതണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.